ഹായ് ഓൾ വെൽക്കം ബാക്ക്. കുറേ നാളായിട്ട് സെയിം കണ്ടൻറ് തന്നെയാണ് ഞാനിപ്പോൾ ഇടുന്നുള്ളത്. അപ്പം എനിക്കും വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുക്കിംഗ് വീഡിയോസ് മാത്രമാണ് ഞാൻ ഇടുന്നുള്ളത്. എനിക്കും വലിയ ഇഷ്ടമില്ല. പക്ഷേ ഈ റൂമിൻ്റെ അകത്ത് ഞാൻ കാര്യമായിട്ട് ഇതൊക്കെയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ എടുത്തിടുന്നുള്ളത്. ഇൻഷാ അള്ളാ ഇനി അങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോസ് ഇടണം എന്നുള്ള ആഗ്രഹമുണ്ട്. നല്ല കണ്ടൻറ്റിലായിട്ട് ഇൻഷാ അള്ളാ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം ട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഇപ്പോൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. രാത്രിയല്ല, ഒരു വൈകുന്നേരം ഒരു മഗ്‌രിബ് ആ ഒരു ടൈമ് രാത്രിക്കേക്കുള്ള ഫുഡാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നുള്ളത്. ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ പോകുന്നുള്ളത്. ഇവിടെ വന്നിട്ടുള്ള നാട്ടിൽ നിന്ന് എല്ലാവരും ഒന്നിച്ചും ഇങ്ങനെ ഉണ്ടാക്കുമെങ്കിലും പക്ഷേ ഞാൻ എങ്ങനെയാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഇതൊന്നും അറിയില്ലേനു. എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കൽമാസ് അത് കേൾക്കുമ്പോൾ എളുപ്പമാണ്, പക്ഷെ ഒറ്റയ്ക്കെല്ലാമാകുമ്പോൾ ഇത് ഭയങ്കര ഇടങ്ങാറാന്ന് എനിക്ക് പിന്നെ മനസ്സിലായിന്. അങ്ങനെ ഇതാ ഞാൻ ചിക്കൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ മസാല ഉണ്ടാക്കണം. ഞാൻ കുറച്ച് കൂടുതൽ ഉള്ളി എടുക്കുന്നുണ്ട്. എനിക്ക് മസാല വേറെ ആവശ്യമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. കൽമാസിന് സാധാരണ 2 രീതിയിലുള്ള മസാല ഉണ്ടാക്കും. 2 അല്ല, ചിക്കനും പിന്നെ ചെമ്മീനും പിന്നെ ചമ്മന്തി ഇങ്ങനെയെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കലുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും എനിക്കറിയില്ല കേട്ടോ. ചിക്കനും ചമ്മന്തിയെല്ലാമാണ് ഞാൻ അധികം കൂടുതലായിട്ട് തിന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ചമ്മന്തി വെച്ചിട്ടുള്ള മസാലയില്ലേ ഉള്ളിൽ, അതാണ് ഭയങ്കര ഇഷ്ടം. അതാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആ ചമ്മന്തി നോർമൽ ചമ്മന്തിയാണോ അല്ലെങ്കിൽ കടുവെല്ലാം ഇട്ട് കാച്ചിയിട്ടുള്ളതാണോ എന്ന് എനിക്ക് ഒരു കൺഫ്യൂഷൻ. അപ്പോൾ പിന്നെ ഏതായാലും ചിക്കൻ്റെ മസാല വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ്റെ മസാല എന്ന് പറയുമ്പം നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ഇറച്ചിപ്പത്തിലില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. ആ ഒരു ഇറച്ചിപ്പത്തിലിൻ്റെ മസാല ആ ഒരു സെയിം തന്നെയാണ്. അപ്പം അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ചമ്മന്തിയേനു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ മസാല കുറച്ചും കൂടി കൂടുതൽ ആക്കേണ്ട ആവശ്യമുണ്ട്. എന്താ പറയുക, വേറൊരു സംഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ച് ഇങ്ങനെ ഈ ഒരു മസാല തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ഇല്ലേ, എനിക്ക് ഈ ആവിക്ക് വെച്ച ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഡ്ഡലി പിന്നെ അതുപോലെ കുന്നോ റൊട്ടി, കക്കോ റൊട്ടി, കൽമാസ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാവില്ലേ, അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പം തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. ഇതെല്ലാം ശരിക്കും ഉച്ചയ്ക്ക് എല്ലാം മസാലയെല്ലാം ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഒരു 6 മണി ആ ഒരു ടൈമിലേക്കെങ്കിലും റെഡിയാക്കിയിട്ട് ആവിക്ക് വെക്കണം. അപ്പം എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഒരു 8 മണിയെല്ലാം ആകുമ്പോഴേക്ക് ഫുള്ളും സെറ്റാവും. ഫ്രൈ ചെയ്തെടുക്കണ്ടേ. പിന്നെ ഇത് ആവിക്ക് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഫ്രൈ ചെയ്യും. അപ്പം പക്ഷേ ഞാൻ ഇത് തുടങ്ങുന്നത് തന്നെ ഒരു 6 മണിയെല്ലാം ആകുമ്പോൾ. അപ്പം നല്ല ലേറ്റായി പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഹംദക്ക് കുറച്ച് മുന്തിരി കഴുകിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പം കുറേ നാളായിട്ട് ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് ഞാൻ മനസ്സിലായി വീഡിയോ ഇടുന്നുണ്ട് എന്നുള്ളത്. അതിപ്പം ഇന്നലെ ഒന്ന് സ്റ്റോപ്പായി പോയിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഇതുപോലെ തന്നെ അങ്ങോട്ട് ഇനി വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വെളുത്തുള്ളിയെല്ലാം പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടുഭാഗത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ കിട്ടും എന്നുള്ളത്. പക്ഷേ ഞാൻ ഇത് കട്ട് ചെയ്യുമ്പം തന്നെ എല്ലാം ഇങ്ങനെ എന്തെല്ലോ പോലെ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ കത്തി വെച്ചിട്ട് ഓരോന്ന് തൊലി കളഞ്ഞെടുക്കുന്നതിനേക്കാളും ഈസിയായിട്ട് കുറച്ചും കൂടി ഈസിയായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ആ വീഡിയോയിലുള്ള പോലെ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ആണ് കുറച്ചും കൂടി എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളത്. എന്നാലും ഓക്കെയാണ്. ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. ഇഞ്ചി പെട്ടെന്ന് തൊലി കളഞ്ഞ് കിട്ടും. അതേപോലെ തന്നെ വെളുത്തുള്ളി അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും. നാട്ടിലെല്ലാം ചെറുതല്ലേ, അപ്പം എന്തെങ്കിലും കറി ഉണ്ടാക്കണമെങ്കിൽ നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും. ചെറുതിങ്ങനെ തൊലിച്ചിട്ട് കുറേ വേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഇതിലാകുമ്പോൾ 1 2 മാത്രമേ വേണ്ടി വരൂ, നല്ല സൈസ് ഉണ്ടാവും. പക്ഷേ ഇപ്പം വാങ്ങിയത് എനിക്ക് തോന്നുന്നു നാടനാണെന്ന് തോന്നുന്നു. ഇതൊരു ചെറിയതാണ് കേട്ടോ. എന്നാലും പെട്ടെന്ന് തൊലിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാനവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കനൊന്ന് വേവിച്ചെടുക്കലാണ്. ഞാനതിൽ ഉപ്പും
കുരുമുളകും ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നുള്ളത്. പിന്നെ ഞാൻ മസാല ഉണ്ടാക്കുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇറച്ചി പത്തൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പം ഞാൻ ഇതാ തൊട്ടടുത്ത് വേറൊരു പാൻ വെച്ചിട്ട് മസാല ഉണ്ടാക്കാൻ പോവാണ്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നാട്ടിലില്ലേ വെളിച്ചെണ്ണ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമല്ല. ഇവിടെ വന്നിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പില്ലേ എനിക്കെന്തോ കൂടുതലായിട്ട് ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്ന പോലെ. പക്ഷെ ഇന്ന് എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലായിട്ട് ഞാൻ ഓയിലാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ച് ഉള്ളിയെല്ലാം ഇട്ട് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇത്തവണ വാങ്ങിയ പച്ചമുളകില്ലേ ഒട്ടും എരിവില്ല. ശരിക്കും എന്ന് പറഞ്ഞാൽ എത്ര മുളകിട്ടാലും ആ ഒരു എരിവ് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എരിവ് കൂടിപ്പോകുമോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്താ പറയുക ഇട്ടിട്ടൊന്നും ആ ഒരു എരിവ് ഫീൽ ചെയ്യില്ല. ഞാൻ എന്നിട്ട് നല്ലപോലെ മുളക് പൊടിയും എന്താ പറയുക ഗരം മസാല അങ്ങനെയുള്ള മസാലപ്പൊടികളെല്ലാം നല്ലോണം ഇട്ടിട്ടാണ് കേട്ടോ കുറച്ച് കുറച്ചെങ്കിലും ഒരു സ്പൈസി ആയിട്ട് വന്നിട്ടുള്ളത്. ഒട്ടും പച്ചമുളകിന് ഒരു എരിവുണ്ടായിട്ടില്ല. അങ്ങനെ മസാലയെല്ലാം ആയി കഴിഞ്ഞ് പിന്നെ ഇതിലേക്ക് അതിൻ്റെ അരി നെയ്പ്പത്തലിൻ്റെ അരിയില്ലേ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സെയിം അരി തന്നെയാണ് കേട്ടോ എടുക്കുക. അങ്ങനെ അത് ഫില്ല് ചെയ്തിട്ട് ഞാൻ ആവിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മുളകും മഞ്ഞളും ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അത് ഫില്ല് ചെയ്യുമ്പോൾ എല്ലാം വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് റഷി വിളിച്ചിട്ട് പുറത്ത് പോയാലോ എന്ന് ചോദിച്ചിട്ട് ആ ഒരു തിരക്കിലേന് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ടേനു. പിന്നെ പുറത്ത് ജസ്റ്റ് ഇപ്പം എല്ലാ ദിവസവും രാത്രി വെറുതെ ഒന്ന് പുറത്തിറങ്ങലുണ്ട്. അപ്പോൾ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാനുണ്ടാവില്ല. അതാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. ഇത് പിന്നെ വേറൊരു ദിവസമാണ്. ഞാൻ ഉച്ചക്കേക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ. ഞാൻ തേങ്ങ അരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും പിന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കലാണ്. ഉള്ളി വാടി വരുമ്പോഴാണ് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാലയും എല്ലാം ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കലാണ്. ആ ഒരു ടൈമിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ തേങ്ങ അരച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്നുള്ളതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് തേങ്ങ പാലിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ചിട്ട് അതിൻ്റെ പാല് മാത്രമേ എടുക്കുന്നുള്ളൂ. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാന്ന് തോന്നുന്നത്. ഇതിലും എനിക്കിഷ്ടം തേങ്ങ വറുത്തരച്ച കറിയില്ലേ അതാണ് ഇഷ്ടം. പക്ഷേ ഋഷിക്ക് വറുത്തരച്ച കറിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ തേങ്ങ അരക്കുന്ന ക്കാളും എനിക്ക് പാലാ നല്ലതെന്ന് തോന്നിയിട്ട് ഞാൻ പാല് മാത്രം എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ ഞാൻ എക്സ്ട്രാ ഞങ്ങളെ ഒരു മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന് അതും പിന്നെ മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ടൈം ഈ പൊടികളെ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചതച്ചിട്ടുള്ള ആ ഒരു മിക്സിയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പം കുറച്ച് ടൈം ഞാൻ അടച്ച് വെക്കുന്നുണ്ട് അതൊന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കലാണ്. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം കുറച്ചും മാത്രമേ ചിക്കനും എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പം ഇതിലേക്ക് വെള്ളവും ബാക്കിയുള്ളതൊന്നും ആവശ്യമില്ല. ഉപ്പ് നോക്കിയിട്ട് ഈ ഒരു ടൈമിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു കുറച്ച് ടൈം അങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ടേനു. അങ്ങനെ കുറച്ച് ടൈം അവിടെ ഒന്ന് വെച്ചിട്ട് പിന്നെ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കലാണ്. ഞാൻ ആദ്യ പാൽ രണ്ടാം പാലൊന്നുമില്ല ഫസ്റ്റ് അടിച്ച പാൽ തന്നെ എടുത്തിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒരു 15-20 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഓപ്പൺ ആക്കി നോക്കുമ്പം അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേനു കേട്ടോ. നല്ല തിക്കായിട്ടേനു ഉള്ളെ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തോളം സെറ്റായിട്ടുണ്ട്. അധികം തിക്കായിട്ട് വലിയ രസം ഉണ്ടാവില്ല. ഇനി ഇത് തണിയുമ്പം വീണ്ടും നല്ലപോലെ കുറുകും. അപ്പം അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഉച്ചക്കേക്കുള്ള വറവിന് വേണ്ടിയിട്ട് കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ പച്ചക്കായ് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറിയിലിടുന്നതും വറവുണ്ടാക്കുന്നതും പിന്നെ കായ് ഇറച്ചിയിട്ട് വെക്കൂലേ, അങ്ങനെയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ 3 കായ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാനത് തൊലി കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ഋഷിക്ക് ഇത് തീരെ താല്പര്യമില്ല. എന്താ പറയുക, വറവിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം കൈപ്പയ്ക്കയും വെണ്ടയ്ക്കയും. ഇത് രണ്ടും കഴിക്കും കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ ഈ കായൊന്നും തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഫ്രിഡ്ജിൽ കിടന്നിട്ടെന്താ വേണ്ടേ, അങ്ങനെ ഏതായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും ഈ ഫുഡ് ഉണ്ടാക്കലെല്ലാം നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പം ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ താല്പര്യം ഇല്ലാണ്ട് ചെയ്യുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. രാവിലെ റഷ് ഫുഡ് എടുക്കാണ്ട് പോയ ദിവസങ്ങളിലെല്ലാം ഉണ്ടാവില്ലേ, അന്നേരം പറയും ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടാക്കണ്ട, നിങ്ങൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണ്ട, എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങാം, ഓർഡർ ചെയ്യാം, അതവിടെ എത്തിക്കും, പിന്നെ വെറുതെ ആക്കിയിട്ട് ഫുഡ് വേസ്റ്റ് ആവും വേണ്ട, പിന്നെ അതിൽ നിൽക്കണ്ടല്ലോ എന്നെല്ലാം പറയും. അങ്ങനെ ഫുഡ് ഉച്ചയ്ക്ക് ഓർഡർ ചെയ്ത ദിവസമില്ലേ, അതങ്ങനെ വലിയ രസം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ഈ നാടൻ ഫുഡൊന്നും ഹോട്ടലിൽ വലിയ ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പം ഓരോ ഏരിയയിലുള്ള റെസ്റ്റോറൻറ്റിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്താണെന്നറിയില്ല. എനിക്ക് ഞാൻ തന്നെ കുക്ക് ചെയ്തിട്ട് ചോറും കറിയും വറവെല്ലാം അങ്ങനെ കഴിക്കാനാണ് കൂടുതലിഷ്ടം. പിന്നെ ചൂടോടെ കഴിക്കുമ്പോഴല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അങ്ങനെ അങ്ങനെ ഞാൻ അതെല്ലാം കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹംദ എണീറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഫുഡ് ആക്കുന്ന ആ ഒരു തിരക്ക് പിടിച്ച ആ ഒരു ടൈം ഉണ്ടാവില്ലേ, അപ്പോഴാണ് എണീറ്റ് വരിക. എണീറ്റ് വന്നാലാണെങ്കിൽ ബ്രഷ് ചെയ്യാനും എല്ലാത്തിനും നല്ല ടൈം എടുക്കും. ഓളെ പുറകെ നടന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ചെയ്യിപ്പിക്കണം കേട്ടോ. നാട്ടിൽ നിന്നാകുമ്പോൾ വലിയ സീനൊന്നും ഇല്ലേനും, പക്ഷേ ഇവിടുന്ന് കുറച്ച് മടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഈ 2 നേരം ഫുഡ് കിട്ടും. രാവിലെ എണീക്കുന്നില്ലല്ലോ, ഉച്ചൻ്റെ ആ ഒരു ടൈമാണ് എണീറ്റ് വരിക. അപ്പം ഞാൻ വിചാരിച്ച് മുട്ട ആക്കി കൊടുക്കാമെന്ന്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഓൾക്ക് മുട്ടനോട് പിന്നെയും ഒരിഷ്ടം വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു മടുപ്പ് വരും കേട്ടോ, അന്നേരം ഒന്നും കഴിക്കില്ല. അങ്ങനെ ഞാൻ ഓൾക്കുള്ള മുട്ട ഒന്ന് പൊരിച്ച് കൊടുത്തിട്ടുണ്ട്. പുഴുങ്ങിയതിനേക്കാളും ഓൾക്ക് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഹംദക്ക് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കായ് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കലാണ്. പിന്നെ ചോറിലേക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ. എന്താ പറയുക, ഉണ്ടാക്കി വേസ്റ്റായി പോയേ ഉള്ളൂ, അതങ്ങനെ കഴിക്കുകയൊന്നുമില്ല. അങ്ങനെ ഈ ചോറും കറിയും പിന്നെ ഇങ്ങനെ വറവും മാത്രമേ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലും ഫിഷ് ഉണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്യലുണ്ട്. പക്ഷേ ഇന്ന് ചിക്കൻ ആയതുകൊണ്ട് ഫിഷും എടുക്കുന്നില്ല. അതാ ഞാൻ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കായില്ലേ, അതും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കലാണ്. അതവിടുന്ന് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ അങ്ങനെ വെന്തോളും. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ടേനു കേട്ടോ. ചില ആൾക്കാർ ഇത് തേങ്ങ മിക്സിയിൽ അരച്ചിട്ട് ഒഴിക്കും, പിന്നെ ഇതിന് മുകളിലായിട്ടിടും. അങ്ങനെ എനിക്ക് ഡൗട്ടായിട്ട് ഞാൻ നാട്ടിൽ വിളിച്ച് ചോദിച്ച് നോക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. ഞാൻ തേങ്ങ അരച്ചിട്ടൊന്നുമില്ല, ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടേനു. പിന്നെ കുറച്ച് ടൈം ആകുമ്പോഴേക്കും പെട്ടെന്ന്
കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടേനു. പിന്നെ അന്ന് രാത്രിക്ക് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടേനു. അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടേനു. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ നെസ്റ്റോളാണ് കേട്ടോ പോയിട്ടുള്ളത്. അവിടെ പോയേരം ഈ ഒരു കപ്പ് കേക്കില്ലേ, ഇത് ഹംദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ എവിടുന്ന് വാങ്ങിയിട്ടും ഇത്ര ടേസ്റ്റ് കിട്ടിയില്ല. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ. ഇനി വേറെ എവിടെയെങ്കിലും ഇതിലും നല്ല ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡിൻ്റെ സെക്ഷനിൽ പോയിട്ടുള്ളത്. അവിടെ പോയേരം കപ്പ കണ്ടിട്ടുണ്ടേനു കേട്ടോ. അത് 2 വിധത്തിലുണ്ടേനു. കടുകൂട്ടിയിട്ട് വെച്ചതും പിന്നെ കപ്പ ബിരിയാണിയില്ലേ മസാലയെല്ലാം ഇട്ടിട്ടുള്ള അതും കണ്ടിട്ടുണ്ടേനു. അങ്ങനെ അത് കണ്ടേരം കഴിക്കാൻ ഭയങ്കര പൂതി. എനിക്ക് ഈ കപ്പയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ കപ്പ, ചേമ്പ്, ബത്താസ്, അതെല്ലാം കൂവ അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ് നമുക്ക് കപ്പ വാങ്ങിയിട്ട് ഒന്ന് കഴിച്ച് നോക്കിയാലോന്ന്. നോക്കുമ്പം കഴിച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ല ടേസ്റ്റെല്ലാം ഉണ്ടേനു കേട്ടോ. പക്ഷേ എന്താ പറയുക, നമ്മൾ കുറച്ച് ലേറ്റായി പോയിട്ടാണ് കഴിച്ചിന്. അപ്പോൾ അധികം കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ കപ്പ് ഈ 2 വിധത്തിൽ വാങ്ങിയിട്ട് പിന്നെ നൂഡിൽസ് വാങ്ങിയിട്ടുണ്ടേനു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിസ്സ വേറെയും ഓർഡർ ചെയ്തിട്ടുണ്ടേനു കേട്ടോ. നല്ല വിശപ്പുണ്ടേനു. അങ്ങനെ അത് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് ഞാൻ ഫുള്ളും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു മടുപ്പെല്ലാം വന്നിട്ടുണ്ടേനു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടേനു കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്നെല്ലാം കഴിക്കുന്ന ആ ഒരു ഇതുപോലെ തന്നെ ഉണ്ടേനു. പക്ഷേ എന്താ പറയുക, കുറച്ച് ലേറ്റായി പോയോണ്ടാന്ന് തോന്നുന്നു അങ്ങനെ അങ്ങ് കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നൂഡിൽസ് വാങ്ങിയത് ഒരു ഓക്കേനു. വലിയ ടേസ്റ്റും ഇല്ല. കഴിക്കാണ്ടിരിക്കാൻ പറ്റാത്ത പോലെയും ഇല്ല. അങ്ങനേനുള്ളേ. പിന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ഇനി പിസ്സയും ഇല്ലേ അതെങ്ങനെ കഴിക്കാമെന്ന്. നമ്മൾ ആ ഒരു വിശപ്പ് കൊണ്ട് എല്ലാം അങ്ങ് ഓർഡർ ചെയ്തേനു. നോക്കുമ്പോൾ പിസ്സ പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പാർസലായിട്ട് എടുക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ എല്ലാം നെസ്റ്റോയിൽ ഭയങ്കര തിരക്കുണ്ടാകലുണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് കഴിക്കാനുള്ള ഒരു സ്പേസൊന്നും കിട്ടിയില്ല. പക്ഷെ ഇന്നെന്താണെന്നറിയില്ല, അധികം ആരും ഉണ്ടായിട്ടില്ല. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സമാധാനത്തോടെ ഇരുന്ന് കഴിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സാധനമെല്ലാം എടുത്തിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു. ബൈ.